திட்டத்துல என்னெல்லாம் பண்ணலாம்னு இருக்கீங்க? நான் சிஎம் ஆகணும். நிஜமாவா? நிஜமா சொல்றேங்க, டெஃபினெட்லி. அரசியலையா சினிமால? நீங்க பாருங்க ஒரு 10 வருஷத்துல. அப்ப புரியல, இப்ப புரியுது, இப்ப புரியுது. രാഷ്ട്രീയ പ്രവേശത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ കരൂർ ദുരന്തവും CBI അന്വേഷണവും ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സിനിമയുടെ ചോർച്ചയും അങ്ങനെ വിജയ് നേരിടേണ്ടി വന്ന കല്ലേറുകൾ നമുക്ക് മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഭാര്യ സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജി വിജയുടെ വ്യക്തിജീവിതത്തെയും തുറന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയിലാക്കി. Houston, we have a problem. ഇതാണ് ISD. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. എക്സിറ്റ് പോളുകളെല്ലാം പിഴച്ചു. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരുടെ എല്ലാം പ്രവചനങ്ങൾ അടിമുടി തെറ്റി. തമിഴകത്തെ നിങ്ങൾ ഇനിയും ഒരുപാട് തിരിച്ചറിയാനുണ്ടെന്ന് തമിഴ് ജനത അന്നേ പറഞ്ഞിരുന്നതാണ്. You're cheating, right? തമ്പി കീഴേ ഇറങ്ങ്, തമ്പി കീഴേ ഇറങ്ങപ്പാ പ്ലീസ്. ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? ജോസഫ് വിജയുടെ വരവ് പെട്ടെന്നൊരു പാതിരായ്ക്കല്ല. ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ചോരയും നീരും കുതിർന്നുറഞ്ഞ മണ്ണിൽ TVKയുടെ കൊടികൾ അങ്ങനെ പെട്ടെന്നൊരു നാൾ ആഴ്ന്നിറങ്ങില്ലെന്ന് ജോസഫ് വിജയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും.